പോയി ഒരു വിഷമം പറയണമെങ്കിൽ ബുദ്ധിമുട്ടാണ്, ആൾക്കാരോടൊന്ന് പോയി സംസാരിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഒരു വലിയ കിച്ചണിൽ ഫൈറ്റ് നടന്നു. എനിക്കൊരു 1.5-2 മണിക്കൂർ എനിക്ക് അത്ര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കും. എനിക്ക് തന്നെ അന്ന് ഭയങ്കര ഇമോഷണൽ ഓൾ കോസ്റ്റ് കൂടെ പോയി. എനിക്കാണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ഇമോഷണൽ ആവും, കരയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. അപ്പം ആദിലയും അനുമോളും രണ്ടുപേരും എൻ്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഹഗ് ചെയ്ത് ലൈക്ക് അവരിങ്ങനെ. അപ്പൊ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷനിൽ വെളിയിലായിരുന്നെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മളൊന്ന് ഹഗ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് തരും, അങ്ങനെ എന്തെങ്കിലും ഒരു സമാശ്വസിച്ച് സംസാരിക്കും. അത് ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഇവിടുന്ന് അതെനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് അതെന്നെ ടച്ച് ചെയ്തതാണ്. അതുകൊണ്ട് ആദിലയും അനുമോളും എന്നെ ആ സിറ്റുവേഷൻ വന്നത് എനിക്ക് ഭയങ്കര ഇമോഷണലാണ്. ഭയങ്കര ട്രൂലി ഗ്രേറ്റ്ഫുൾ. കാരണം ആ ഒരു മൊമെന്റ് എനിക്ക് പാസ് ചെയ്ത് പോകാൻ ഇവർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്തു. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ എവിക്റ്റ് ചെയ്ത് പോയ സമയത്ത് ഞാൻ മസ്താനിയോട് അന്ന് ഞാനും മസ്താനി സംസാരിക്കുന്നില്ലായിരുന്നു, ഒരു ഇഷ്യൂ കാരണം ഞങ്ങൾ സംസാരിക്കായിരുന്നു. അപ്പം ഞാൻ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞു പോയി. ഞാൻ ജസ്റ്റ് പോയി ഹഗ് ചെയ്തപ്പോഴത്തേക്ക് മസ്താനി അങ്ങ് ഭയങ്കര കരഞ്ഞു. കരഞ്ഞപ്പം എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് വെളിയിൽ ഇറങ്ങി പോയപ്പോൾ ആ കരച്ചിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. കാരണം ആ ഹഗ്ഗും ഭയങ്കര ടൈറ്റ് ഹഗ്ഗായിരുന്നു. വന്നു എന്നാലും അതെനിക്ക് ഭയങ്കര ആ ഒരു മൊമെന്റ് ഭയങ്കര എത്ര ഇമോഷണലി നല്ല കണക്റ്റഡ് ആണെന്നുള്ളത് എനിക്കത് മനസ്സിലായി. അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവര് 3 പേരുണ്ട്. പിന്നെ ഞാൻ പലപ്പോഴായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്, ഈ വീടിനകത്ത് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് വീട്ടിൽ സത്യം പറഞ്ഞാൽ വന്നിട്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു അനീഷ്. എനിക്ക് അനീഷോട് ഇയാൾ എന്ത് ഇങ്ങനെ റൂഡായിട്ടുള്ള ഒരാൾ, ഇയാൾ എന്ത് ക്യാരക്ടറാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇന്ന സമയത്ത് അല്ലാതെ എല്ലാം കണ്ടിട്ടുള്ള ഒരു കാര്യം, എന്ത് പ്രശ്നം വന്നാലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടെന്നാൽ അനീഷ് ഓടിപ്പോയി ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ ഇയാൾക്ക് ഇതിന് ആദ്യമൊക്കെ വെച്ചാൽ അഭിനയിക്കുകയാണോ, ഇയാളുടെ ഇങ്ങനെ ചുമ്മാ ക്യാമറ സ്പേസിനുണ്ടായിരുന്നു. പക്ഷെ അല്ല, ആളുടെ യഥാർത്ഥ സ്വഭാവം അതാണെന്ന് മനസ്സിലായി. ആൻഡ് അനീഷ, യു ഓൾസോ ഡിസേർവ് ലൈക്ക് ഒരു ഭയങ്കര അപ്ലോസ്. ഇത്രയും പേരാണ് പോയിട്ട് ബിഗ് ബോസിനോട്